ഇൻകം ഫ്രം സാലറി ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നോക്കിയതാണ്, തിയറീസ് കവർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 50 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Mr. Bhaskar is employed in a company on a monthly salary of 1,80,000 plus 20% dearness allowance and fixed medical allowance 1,000 per month. He was injured by an accident on 1st June 2024 and was on medical leave without salary up to 31st May 2025. അപ്പോൾ അതിൽ 1,80,000 ആണ് സാലറി എന്ന് പറയുന്നത്. ആൻഡ് DA 20% ഉണ്ട്. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് 1,000 പെർ മന്തും ഉണ്ട്. ഇതൊക്കെ എന്താണ് സാലറീൻ്റെ പാർട്ടാവും തന്നെയാണ്. ഡിയർനെസ് അലവൻസ് ആണെങ്കിലും മെഡിക്കൽ അലവൻസ് ആണെന്നുണ്ടെങ്കിലും. പക്ഷേ ഇവിടെ ഉള്ളത് ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ജൂൺ 2024 മുതൽ ഇയാൾക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് അപ് ടു നെക്സ്റ്റ് 2025 മെയ് വരെ ഇയാൾക്ക് സാലറി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു അസസ്മെൻറ്റ് ഇയർ ഇയാൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,80,000 പെർ മന്ത് സാലറി കിട്ടിയിട്ടുണ്ടാകുക ഏപ്രിൽ മെയ് പീരീഡ്സ് മാത്രമായിരിക്കും ഉണ്ടാകുക. അതായത് ഏപ്രിൽ 1 ടു മെയ് 31 വരെ, ജൂൺ 1 മുതൽ സാലറി കിട്ടിയിട്ടില്ല. അപ്പോൾ ഏപ്രിൽ മെയ് 2 മാസത്തെ സാലറി മാത്രമേ ഇയാൾക്ക് ഈ ഒരു പീരീഡിൽ ഏൺ ചെയ്തിട്ടുള്ളൂ. അതിന് 20% മാത്രമേ ഡിയർനെസ് അലവൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ദെൻ മെഡിക്കൽ അലവൻസ് 1,000 പെർ മന്ത്. അപ്പോൾ അവിടെ നമുക്ക് എൻറ്റയർ 12 മന്തിൻ്റെ സാലറി റിസീവ് ചെയ്തിട്ടില്ല, ഓൺലി 2 മന്ത് സാലറിയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹവർ ദ കമ്പനി മെറ്റ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് കമ്പനി മീറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, പെയ്ഡ് 10,000 ടു എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വെർ ഹി വാസ് ഫസ്റ്റ് അഡ്മിറ്റഡ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കേസസ് നോക്കുക. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പെർക്വിസിറ്റിൽ പഠിച്ചത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റാണ്. ഏതൊക്കെ കേസസിൽ? ഇൻ ഇന്ത്യയിലാണെങ്കിൽ 3 കേസസിലാണ് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് മാറുന്നത്. ഒന്നാമത്തത്, വാല്യൂ ഓഫ് എനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ടു ദ എംപ്ലോയി എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഇൻ എനി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ. ഒന്നാമത്തത്, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ. രണ്ടാമത്തത്, ഗവൺമെൻറ് ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് ആണ് എംപ്ലോയർ മെറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ കേസ്, ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയീൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം എംപ്ലോയറാണ് പേ ചെയ്തത് എങ്കിൽ. ആൻഡ് അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് എംപ്ലോയി റീഇംബേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഈ കേസസിലൊക്കെ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 10,000 എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ അല്ല, അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പെയ്ഡ് 80,000 ടു എ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അത് നമ്മൾ പറഞ്ഞതുപോലെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതെന്താണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. സോ ഈ 80,000 നമ്മൾ പെർക്വിസിറ്റിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ദെൻ മിസ്റ്റർ ഭാസ്കർ പെയ്ഡ് ദ ഇനീഷ്യൽ പേയ്മെൻറ്റ് ബിൽ ഓഫ് 40,000 ടു എ ഹോസ്പിറ്റൽ ബട്ട് ദ കമ്പനി ലേറ്റർ റീഇംബേഴ്സ്ഡ് ദ സെയിം ടു ഹിം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീൻ്റെ ഏതെങ്കിലും എക്സ്പെൻസുകൾ റീഇംബേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പെർക്വിസിറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതില്ല, ടാക്സ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 10,000 മാത്രമാണ് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. 80,000 40,000 പെർക്വിസിറ്റിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. തിയറി നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ദെൻ ഹി വാസ് ടേക്കൺ അബ്രോഡ് ഫോർ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദ കമ്പനി പെയ്ഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ്. ഇനി ഇന്ത്യയിലത്തതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എബ്രോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കേസസിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പെർക്വിസിറ്റ് ഫ്രീ ആയിട്ട് മെഡിക്കൽ ബെനിഫിറ്റ് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ മെഡിക്കൽ ബെനിഫിറ്റ് പെർക്വിസിറ്റ് ഫ്രീ ആവുന്നത് എപ്പോഴാണ്? എക്സ്പെൻഡിച്ചർ ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓഫ് എനി മെമ്പർ ഹിസ് ഫാമിലി. ദ എംപ്ലോയർ ഇൻകർ എനി എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേ ഓഫ് പേഷ്യൻറ്റ് ആൻഡ് വൺ അറ്റൻഡ് അബ്രോഡ് ഇറ്റ് ഷാൽ ബി എക്സ്റ്റെൻഡഡ് ആസ് ഫോളോസ്. ഒന്നാമത്തത്, RBI പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക്
എന്താണ് എക്സംഷൻ അല്ലെങ്കിൽ ടാക്സ് ഫ്രീ പെർക്വിസിറ്റായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. ഇനി അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2 lakh ബിലോ ആയിരിക്കണം. 2 lakh എബോവ് ആണ് നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ, എംപ്ലോയീൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? എൻറ്റയർ എമൗണ്ടും ടാക്സബിളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ നോക്കുക, ഫ്ലൈറ്റ് ചാർജസ് 1,50,000 ആണ്, ഇൻക്ലൂഡിങ് 1 ഹെൽപ്പർ ഹു അക്കമ്പനിഡ് ബൈ ഹിം. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ 1,50,000 നമുക്ക് ചാർജബിൾ ആണോ അല്ലേ അല്ലെങ്കിൽ ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് ഹോസ്പിറ്റൽ ബില്ലാണ്, ഇൻക്ലൂഡിങ് 75,000 ഫോർ സ്റ്റേ 7,50,000. ഹോസ്പിറ്റൽ ബില്ല് 7,50,000 വന്നിട്ടുണ്ട്. അതിൽ ഔട്ട് ഓഫ് ദിസ് 6,50,000 വാസ് പെർമിറ്റഡ് ബൈ RBI. നമ്മളെന്താ പറഞ്ഞത്, RBI എന്താണ് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് വരെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 7,50,000-ൽ 6,50,000 വരെയാണ് RBI പെർമിറ്റ് ചെയ്തതെങ്കിൽ ബാക്കി 1 lakh എന്തായിട്ട് മാറും? ടാക്സബിളായിട്ട് മാറും. ഇത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിസിൽ ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ഡ്യൂറിങ് ദ ഇയർ ദ കമ്പനി പെയ്ഡ് 3,000 ടുവേർഡ്സ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ ഭാസ്കർ. അപ്പോൾ അതിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിരിക്കുന്നത് കമ്പനിയാണ് 3,000 ഓൺ ബിഹാഫ് ഓഫ് ഭാസ്കർ. അതും എന്തുതന്നെയാണ്? ടാക്സ് ഫ്രീ ആണ്, ഇന്ത്യയിൽ ടാക്സ് ഫ്രീ ആണ്. നമുക്കതിൻ്റെ ആൻസർ നോക്കുക. സാലറി 1,80,000 ഇൻറ്റു 2, അതായത് ഏപ്രിൽ മെയ്ത്തെ സാലറി മാത്രമാണ് എടുത്തിരിക്കുന്നത്, ജൂൺ മുതൽ സാലറി കിട്ടിയിട്ടില്ല. ദെൻ ഡിയർനെസ് അലവൻസ് 20% ആണ്, അതായത് 3,60,000-ൻ്റെ 20% 72,000. ദെൻ മെഡിക്കൽ അലവൻസ് 1,000 ആണ് പെർ മന്ത്, 2 മാസത്തേക്ക് 2,000. ദെൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. അതേസമയം കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിരിക്കുന്നതും റീഎംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ബിൽ ഇൻ അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും നില്ലാണ്, കാരണം അത് നമ്മൾ പഠിച്ച കൂട്ടത്തിലുള്ള പോയിൻറ്റ്സാണ്. ദെൻ എബ്രോഡുള്ള കേസാണെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റ് ചാർജസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കുക. ഇത് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം അത് 2 lakh ബിലോ ആണെങ്കിൽ മാത്രമേ ഈ 1,50,000 നമുക്ക് നില്ലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ സാലറി, ബേസിക് സാലറി മാത്രം 3,60,000 വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഫ്ലൈറ്റ് ചാർജസ് എന്ന് പറയുന്നത് എൻറ്റയർലി ടാക്സബിൾ ആയിട്ട് മാറും. ഇത് 2 lakh ബിലോ ആണെങ്കിൽ, നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh ബിലോ ആണെങ്കിൽ മാത്രമേ ഇത് നില്ലായിട്ട് മാറുള്ളൂ. ദെൻ ഹോസ്പിറ്റൽ ബില്ല് പറഞ്ഞു, RBI സെറ്റ് ചെയ്തിരിക്കുന്ന പെർമിറ്റ് ചെയ്തിരിക്കുന്നത് 6,50,000 ആണ്. ബാലൻസ് എമൗണ്ട് 1 lakh എന്ന് പറയുന്നത് ടാക്സബിളായിട്ട് മാറും. ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ നില്ലാണ്, കാരണം അത് നമ്മളുടെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ലെസ് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ടാക്സ് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കേസസും കൂടെ കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.